ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു നമ്മുടെ ട്രാവലിംഗ് ബ്യൂട്ടി സ്കിൻ കെയർ റുട്ടീൻ, ഞാൻ ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നതായിരിക്കും സ്കിൻ ടോട്ടലി ഡാമേജ് ആയിട്ടുണ്ടാവും. എനിക്കൊക്കെ പെട്ടെന്ന് ടാനിങ്ങും അതേപോലെ പിമ്പിൾസും എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റേ ഹെയർ കെയർ, പിന്നെ മറ്റേ ഫേസും ബോഡിയും അങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ ഹെയർക്കും സ്കിന്നിനും ഒക്കെ ചെയ്യുന്നത് എന്താന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചൊക്കെ വന്നിട്ട് നമ്മളൊരു നൈറ്റ് എന്തായാലും ഫ്രീ ആയിരിക്കുമല്ലോ, തിരിച്ച് ഹെയറിന് നല്ലോണം ഓയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് മേടിച്ചതാണ് ഹെയർ ഓയിൽ. അതിലേക്ക് ഞാൻ റോസ് പെറ്റൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ ആണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ റോസ് പെറ്റൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫ്രാഗ്രൻസിന് വേണ്ടി റോസ് പെറ്റൽ ആഡ് ചെയ്തതേ ഉള്ളൂ. കാരണം ഇന്ന് ഒലീവ് ഓയിൽ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാനിപ്പോൾ ഊട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒലീവ് ഓയിലിന് ആ പ്രശ്നം ഇല്ല. അപ്പോൾ യെസ്, ഞാൻ അതാണ് ഹെയറിന് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഹെയർ വാഷ് എടുക്കലാണ് ചെയ്യാറ്. അപ്പം ഞാൻ ഇതാണിത്, ഇത് നല്ലോണം മസാജ് ചെയ്ത് പിടിക്കുക. അതെന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ജീനയും റഷിയും പിന്നെ സമീനയും ഉണ്ട്. അപ്പൊ അവര് ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറെ സമയമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും വ്ലോഗ് എടുക്കാൻ വേണ്ടി. ഓഹോ, അപ്പൊ ഇത് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഹെയർ ഒരു 1 hour അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വിടാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ ഹൈ റേഞ്ചിലൊക്കെ വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നല്ലോണം വെള്ളം കുടിക്കണം. അതേപോലെ മാക്സിമം വെള്ളം കുടിക്കണം. തണുപ്പാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാറില്ല പൊതുവെ. അപ്പൊ നമുക്കറിയാണ്ട് നമ്മുടെ സ്കിൻ ഡള്ളാവും. അപ്പൊ മാക്സിമം വെള്ളം കുടിക്കണം. ഇതേപോലെ എന്തെങ്കിലും മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം ബോഡിനും അതേപോലെ സ്കിന്നിനും. അപ്പൊ ഞാൻ ഇതേപോലെ ഹെഡ് ബാത്ത് മറ്റേ ഹെയർ ഓയിൽ ചെയ്തതുപോലെ തന്നെ ഞാനൊരു മസാജും കൂടി ചെയ്ത് കൊടുക്കും. ബോഡി നല്ലോണം ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് മെയിനായിട്ട്. പിന്നെ ഫേസ് സ്ക്രബ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഞാനത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആംവേൻ്റെ ഒരു സ്ക്രബ് ആൻഡ് മാസ്ക് കൂടിയുള്ളൊരു 2-in-1 മാസ്ക് ആണ്. അപ്പോൾ അതാണ്, ഇത് നല്ലോണം ഓയിൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഉള്ള റുട്ടീൻ ഞാൻ കാണിച്ചു തരാം, ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് നല്ലോണം മസാജ് ചെയ്തുകൊണ്ട് കണ്ടന്റ് ക്ഷാമമുള്ള ചേച്ചി ചെയ്യുന്നത് കണ്ടു ഞാൻ. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ കുറച്ച് ഓയില് ഇതേപോലെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് കുരു വരും, അതാണ് പ്രശ്നം. അപ്പൊ ഞാനൊരു മസാജ്, ഇത് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നല്ലൊരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട് റോസ് പെറ്റൽ ഇട്ടോട്ട്. മുമ്പൊരിക്കലും ഞാൻ ഇതൊരു വീഡിയോ ഇട്ടപ്പോ സ്കിൻ കെയർ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോർമൽ സ്കിൻ കെയർ കാണിച്ചു തരാം. നല്ലോണം ഒന്ന് മസാജ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ലിപ് ബാം ആയിട്ട് ഞങ്ങൾ ഇന്നലെ മുതൽ നമ്മുടെ ഗീ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട്. കാര്യം ലിപ് ബാം കൊണ്ടുവന്ന ലിപ് ബാം ഒക്കെ ഭയങ്കര ഹാർഡായി പോയി. ഗീ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും. നല്ല അടിപൊളിയാണ്.
My nephew is my little buddy. My nephew is my little buddy. ജീനെ പേരെന്നെ ഫജീന. യെസ്, ഇനി കുളിച്ചിട്ട് അപ്പൊ ഞാൻ കുളിച്ച് മുടിയൊക്കെ ഒന്ന് നല്ല ഫ്രഷ് ആയി. മുടി ഫ്രഷ് ആയി വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഇവിടെ പൊതുവെ ഞാൻ ഡ്രയർ യൂസ് ചെയ്യാണ്, പക്ഷെ ഇങ്ങനെ ഒരു ഹൈ റേഞ്ചിലേക്കൊക്കെ വന്നതുകൊണ്ടാണ്. അപ്പോൾ മാത്രമല്ല, ഞാനിപ്പോൾ രാത്രി തല കുളിച്ച് എന്താന്ന് വെച്ചാൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും രാത്രി തല കുളിക്കുന്നത് മറ്റേ കോഡൊക്കെ വരുമല്ലോ എന്ന്. രാത്രി തല കുളിച്ച് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ വേറൊരു യാത്ര പോവുകയാണ്. അപ്പം അതുകൊണ്ട് അപ്പം എനിക്ക് കുറച്ച് ഹെയർ ഡ്രൈ ചെയ്യട്ടെ. നാളെ പോവാനുള്ള യാത്രക്കുള്ള ഡ്രസ് അറേഞ്ച്. എന്റെ ഹെയർ കുറച്ച് വേവി ഹെയർ ആണ്, കുറച്ച് ലിപ് ബാം ഇട്ടോട്ടെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം നാച്ചുറൽസ് ബാം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയാ. അത് ഒരു ബീട്രൂട്ട് സ്ലഷ്, ഇവിടെയൊക്കെ ഒരു ബ്ലഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലിൻഡാണിത്. സോറി, ഇതൊരു ടിൻഡാണ്. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഫസ്റ്റ് ടോണർ, മാമ എർത്തിൻ്റെ ടോണറാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മാമ എർത്തിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ടോണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എല്ലാവരും. അത് നമ്മുടെ സ്കിൻ, അത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാം പറഞ്ഞു തന്നതായിരുന്നു. മാം അത്യാവശ്യം ബ്യൂട്ടി കെയർ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ മാം പറഞ്ഞു ഇങ്ങനെ നമ്മളെപ്പോഴും ഫേസ് വാഷ് ചെയ്തിട്ട് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഇങ്ങനെ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈറ്റൻ ആവും, പോർസ് ഒക്കെ ക്ലോസ് ആവും. അപ്പോൾ ഈ ക്ലോഗ്ഡ് ആവില്ല. ഈ ഓപ്പൺ ആയിട്ടുള്ള പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആക്കി ടൈറ്റൻ ചെയ്ത് നിർത്തും. എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റ് മസ്റ്റായിട്ട് ചെയ്യുന്നത്, ഒന്ന് ഇത് ടോണർ, പിന്നെ ടോണർ ഉണ്ട്, പിന്നെ അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന മാമ എർത്തിന്റെ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ സ്കിൻ ഇലൂമിനേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയാണ്. അപ്പം അതും കുറച്ച്, ഞാൻ ഏറ്റവും കുറച്ചാണ് കേട്ടോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറേ നാളത്തേക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ദമീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും. എനിക്ക് ബോറടിച്ചിട്ടൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് നിർത്തുന്നത്. സത്യം, എനിക്ക് ബോറടിച്ച് നിർത്തും ചിലത്. ഓ, ഒരു കാര്യം ഇങ്ങനെയല്ല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അയ്യോ, സത്യം പറയല്ല, സമീന എങ്ങനെയാന്ന് വെച്ചാൽ ക്രീമൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് തന്നെ പേടിയോ. ഇങ്ങനെ അത്ര യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഞാന് നാളത്തെ ഫോട്ടോ നിങ്ങൾ കാണിച്ചിട്ട് ജീന നാളെ സംഭവം പറഞ്ഞ ഞങ്ങളൊരു അറിയില്ല ഒരു സൺഫ്ലവർ ഗാർഡൻ ഒക്കെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. പൊതുവെ നമ്മൾ ടോണർ യൂസ് ചെയ്തതിന് ശേഷമാണ് സീറം യൂസ് ചെയ്യുന്നത്. ഞാൻ ലാക്മേന്റെ സോറി ലോറിയലിന്റെ സീറം ആണ്. അപ്പൊ മെല്ലെ ഇതാണ് നാല് തുള്ളി. ഞാൻ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ, എന്നിട്ട് അത്യാവശ്യം പതുക്കെ മസാജ്, ജെന്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. വെൽക്കം ടു മൈ വ്ലോഗ്.
അയ്യോ വൈറ്റ് ആണ് അതിനെ കോമ്പിനേഷൻ. എല്ലോ ആരില്ല എന്ന് പറഞ്ഞു, എല്ലോ പറ്റുന്നുണ്ട്. താങ്ക് യു. പിന്നെ ഞാനൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് സ്കിൻ ടെക്സ്ചർ ഒക്കെ ഇമ്പ്രൂവ് ആവാനുള്ള ഒരു റൈസിന്റെ, ഇപ്പൊ കൊറിയൻ റൈസ് സ്കിൻ ഒക്കെ ആണല്ലോ. പിന്നെ പൊതുവെ നമ്മൾ വീട്ടില് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യും, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ. ഇവിടെ നാച്ചുറൽ കൂളർ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. സീരിയസ് ആയിട്ട് നിങ്ങളിപ്പം ഇങ്ങനെ മെല്ലൊന്ന് ഷേക്ക് ചെയ്യണം. അങ്ങനെ നിന്നെങ്കിൽ എല്ലായിടത്തും എത്താൻ പറ്റും. ഷീറ്റ് മാസ്ക് ഒരു നമ്മുടെ പച്ചരീന്റെ മണം. പിന്നെ ട്രോളർ ഇത് തൊപ്പി മാറ്റാം. മുടിയിലെ വണ്ണം കണ്ട അൺസബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഷീറ്റ് മാസ്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സീറം ഉണ്ടോ, ഫേസ് സീറം, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, തന്നെ ഡ്രൈ ആയിട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഗ്ലോ കാണാം. വേണമെങ്കിൽ ഒരു ഫേസ് മസാജ് ചെറുതായിട്ട് കൊടുക്കാം. ഓക്കെ, എങ്കിലൊരു ഒരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്കിൻ സപ്പിളായിട്ട് ഉണ്ടാവും, നല്ല ഫ്രഷ് ആൻഡ് ഒരു ലൈവായിട്ട് തോന്നും. ഓക്കെ, വൺ മോർ ടൈം ഞാൻ ലിപ് ബാം നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ഡ്രൈ ആയതുകൊണ്ട്. സോ അത്രയാണ് നമ്മുടെ സ്കിൻ കെയർ, ട്രാവൽ സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒരു സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എൻ്റെ ഒരു ബെസ്റ്റ് ഓഫ് നോളജിൽ ഇതൊക്കെ അവിടെ നിങ്ങൾ കണ്ടതും ഫ്രണ്ട്സായിട്ടും കസിൻസായിട്ടും പറഞ്ഞു കേട്ടതൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ട്രാവലിംഗ് ടൈമിന് സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മെയിനായിട്ട് ഞാനിത് ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ കഴിഞ്ഞ ഏതൊരു ട്രിപ്പിന് പോയിട്ട് തിരിച്ച് എറണാകുളം എത്തിയപ്പോൾ തന്നെ സ്കിന്നൊരു ബേൺഡ് എഫക്റ്റ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഹൈ റേഞ്ചിൽ നിന്ന് പോയിട്ട് പെട്ടെന്ന് ചൂടിലേക്ക് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്കിൻ ഒരു ഇതാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. ഡെയിലി മോർണിംഗ് നമ്മളിങ്ങനെ ഏതെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോകുന്നുണ്ട്, നൈറ്റ് ടയേർഡായി കിടന്നുറങ്ങും. അങ്ങനെ ഒട്ടും സ്കിൻ കെയർ ചെയ്യാണ്ട് ആ ഒരു ഡാമേജ് തിരിച്ചു വരാൻ തന്നെ കുറേ ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ബൈ ആൻഡ് സോ ഓക്കെ. അപ്പോൾ എന്തായാലും ഓടാ മാറ്. അപ്പൊ ശരി, ബൈ ആൻഡ് ടേക്ക് കെയർ. ഒരു സെക്കൻഡ് വൈൻഡ് അപ്പ് ചെയ്തല്ലേ അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ സോറി, അപ്പൊ നമ്മുടെ ഒരു ട്രാവൽ അതിന് പ്ലീസ് അല്ല മക്കളെ, പ്ലീസ്. അപ്പുറത്ത്
മറ്റുള്ള താനേ റാങ്ങട്ട് അയ്യോ നായിക. ഇപ്പഴത്തെ ഒരു ബ്ലോഗർ അവരെ ഓക്കെ എല്ലാം കേട്ടു. Please. ഇവിടെ കൊറേ ആ ഇപ്പഴത്തുണ്ട് ഫോൺ കൊണ്ട ആ പോകി. ബിഹൈൻഡ് ദ സീൻ ഇത്രയും പേരുണ്ട് എൻ്റെ ഒരു വ്ലോഗ് എടുക്കാൻ സമ്മതിക്കാണ്ട്. ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ.